ദൂരത്തിലെ ഒരു കറുത്ത സ്തൂപം കാണുന്നത് അത് ശ്രീലങ്ക അവിടെ സ്റ്റാർട്ടിംഗ് ലൈറ്റ് ഹൗസ്. അതാണോ ലൈറ്റ് ഹൗസ്? ഇങ്ങനെ 18 കിലോമീറ്റർ ദൂരം ശ്രീലങ്ക അവിടെ സ്റ്റാർട്ടിംഗ്. ധനുഷ്കോടിക്കുള്ള യാത്ര തുടരുകയാണ്. ഏകദേശം ധനുഷ്കോടി എത്താറായിട്ടുണ്ട്. എനിക്ക് തോന്നണത് അതാണ് അവസാന പോയിന്റ് എന്നാണ് എനിക്ക് തോന്നണത്. ഇത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ദൂരം ചെന്ന് കഴിഞ്ഞാൽ ശ്രീലങ്ക. ഇവിടെ കൊണ്ട് അവസാനിക്കും എന്ന് തോന്നുന്നു. ഇതാണ് അവസാന പോയിന്റ്. ഇതിൻ്റെ ചരിത്രങ്ങൾ ഒരുപാട് പഠിക്കാനുണ്ട്. തോർത്തെടുത്ത് ബംഗാൾ ഉൾക്കടലിൽ അവരെ പോലെ കുളിക്കണോ, അതോ ഹിപ്പറത്തോട്ട് ഇവിടെ നിന്നെടുത്ത് ചാടി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കുളിക്കണമോ എന്നുള്ള ആലോചനയിലാണ്. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് തിരിച്ചു വരാം. ഗ്ലാസ്സൊക്കെ പൊക്കിയിട്ട് കണ്ട ഈ കടലിലാണ് ഇടയ്ക്കിടയ്ക്ക് ന്യൂനമർദ്ദം ഉണ്ടാവുന്നത്. അപ്പോഴാണ് നമ്മുടെ കേരളത്തിൽ അതിശക്തമായ മഴ ഉണ്ടാവുന്നത്. പറയണേക്കാറില്ലേ, ബംഗാൾ ഉൾക്കടലിൽ അതിരൂക്ഷമായ എന്ത് രൂപപ്പെട്ടെന്ന്, ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കടലിൽ പോകുന്നവർ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ, അതുകൊണ്ട് ബംഗാൾ ഉൾക്കടൽ മലയാളികൾക്ക് മിക്കവർക്കും സുപരിചിതമായിരിക്കും. ഇന്ത്യൻ ഓഷനെ കുറിച്ച്, ഇന്ത്യൻ മഹാസമുദ്രത്തെക്കുറിച്ച് അത്ര അങ്ങോട്ട് കേട്ടിട്ടില്ലെങ്കിലും മലയാളിക്ക് ഇതൊക്കെ നല്ല സുപരിചിതമായിരിക്കും. എപ്പോൾ മഴ പെയ്യാൻ വന്നാലും അപ്പം പറയും ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം. ആ ബംഗാൾ ഉൾക്കടലാണ് ഈ കാണുന്നത്. കണ്ടാ, ഇനി നമുക്ക് നടന്ന് ശ്രീലങ്കയിലേക്ക് പോവാം. ഇവിടെ എവിടെയല്ലേ റെയിൽവേ ട്രാക്ക് ഉണ്ടായിരുന്നത് പണ്ട്. അതാണെന്ന് തോന്നുന്നു ശ്രീലങ്ക. ഇതവിടെ ഒരു ദ്വീപ് കാണുന്നുണ്ടല്ലോ. അതേന്ന് തോന്നുന്നു. അവിടെ ഒരു ദ്വീപ് കാണുന്നുണ്ട. മാപ്പ് കാണിച്ചത് അങ്ങനെ തന്നെയാണ്.
അപ്പോൾ അതായിരിക്കും ശ്രീലങ്ക. ഇതേ അവിടെ നിന്ന് കാണാൻ പറ്റും, കണ്ട ഇതേ ബൈനോക്കുലറിൽ കാണണ്ട അവിടെ നിൽക്കും. ராமர் பாலம் இந்த இடம் ஸ்டார்டிங் பாயிண்ட். ராம சேது பாலம் வந்து இந்த மண்ணுக்கு 20 கீழ இருக்கு ராமர் பாலம். அதுக்கு பின்னாடி கடல், தூரத்து மண் அதான் ஸ்ரீலங்காவோட ஸ்டார்டிங் பாயிண்ட். ஸ்ரீலங்கா லைட் இருந்து 18 கிலோமீட்டர் தூரம் ஸ்ரீலங்காவோட என்ட்ரன்ஸ். 18 கிலோமீட்டர் தெரியுதா? இங்க இருந்து 18 கிலோமீட்டர் தூரம் ஸ்ரீலங்கா. ராம்சேது அந்தர ഇവിടുന്ന് എவ்வளோ കിലോമീറ്റർ? 18 കിലോമീറ്റർ ஸ்ரீலங்காவோட லைட் ஹவுஸ் தெரியும். ഓ, ശ്രീലങ്കയുടെ ലൈറ്റ് ഹൗസ് ഇங்கிരുന്ന് 18 കിലോമീറ്റർ. പാലം പോണ പോയിന്റ് രാമൻ പാലം வந்து 20 അടിക്ക്. ഇത് എവ്വളോ? 20 rupees. ഇവിടെ ഇങ്ങോട്ടോ ഇവിടെ നോക്കി പോട്ടെ. ഒന്നും കണ്ടില്ലല്ലോ. ഫസ്റ്റ് എന്താ ആദി വെള്ളം കണ്ടാ കണ്ടില്ലയാ ചേട്ടാ? ഫസ്റ്റ് എന്താ ആദി വെള്ളം കണ്ടാ കണ്ടില്ലയാ? അതോ ആദി വെള്ളം കണ്ടാ? ഫസ്റ്റ് എന്താ ആദി വെള്ളം കണ്ടാ കണ്ടില്ലയാ ചേട്ടാ? ഇവിടെ ഒരു കടല്, ഫസ്റ്റ് കടൽ കാണുന്നില്ല. റൈറ്റ് സൈഡിലെ ഇന്ത്യൻ ഓഷൻ, ലെഫ്റ്റ് സൈഡിലെ ബിയ ബംഗാൾ, രണ്ട് കടലിൽ സംഗമം. അതിന്റെ നടുക്ക് അങ്ങറ്റത്ത് എന്താണ് ഒരു തൂണ് പോലെ കാണുന്നത്? ഫസ്റ്റ് എന്താ മൺകര ഭൂമി കാണുന്നില്ല. മൺകര അങ്ങറ്റത്ത് മൺകര ആദ്യത്തെ മൺകരക്ക് 20 അടിക്ക് താഴെ இருக்கு ராம சேது பாலம். 20 അടി താഴെ போய் 64ல சுனாமில இந்த மண்ணுக்கு தாழ போய் ராம் சேது பாயிண்ட். தூரத்துல ஒரு கருத்த ஸ்தூபம் കാണുന്നത് அது ஸ்ரீலங்காவோட ஸ்டார்டிங் லைட் ஹவுஸ். അതാണോ ലൈറ്റ് ഹൗസ്? இங்க இருந்து 18 കിലോമീറ്റർ ദൂരം ശ്രീലങ്കാவோட സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഒരു മിനിറ്റ് എടാ, ഇത് നോക്കി, ഇത് നോക്കിയതേ അവിടെ കാണിച്ചു തരും. ഇത് നോക്ക് ദേന, അതായത് ஃபர்ஸ்ட் இந்த ஆதி வெள்ளம் கண்டில்லையா? ஃபர்ஸ்ட் வெள்ளம் தான் ரைட் சைடில் இந்தியன் ஓஷன், லெஃப்ட் சைடில் பியா பெங்கால். இதான் ரெண்டு வெள்ள சங்கமம். ഇതാണ് പറഞ്ഞ സാധനം. வெள்ள சங்கமம். வெள்ளத்துக்கு பின்னே ஃபர்ஸ்ட் மன்கர பூமி காணுதுல, முதல் மன்கர பூமி தான் ராமர் ஸ்தலம். இதுக்கு 20 அடிக்கு தாழെ இருக்கு சேது பாலம். അവിടെ ഒരു കറുത്ത മുട്ട് കാണുന്നുണ്ടോ? അതാണ് പിന്നെ വെള്ളം കാണും. ദൂരത്ത് മൺകരയിലെ ഒരു കറുത്ത സ്തൂപം കാണുന്നില്ല. അതാണ് ശ്രീലങ്കാவோட സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇங்க இருந்து 18 കിലോമീറ്റർ ശ്രീലങ്കാவோட എൻട്രൻസ്. കണ്ടാ കണ്ടില്ലേ? കണ്ട് ഇതേടാ അങ്ങറ്റത്ത്, ഇവിടുന്ന് കാണൂല. കണ്ടോ? അണ്ണാ ഇത് ഈ കാണുന്നതല്ല, കാണോ? നോക്കി വെച്ചു. पैसा नहीं है, कौन बोला? ആണോ? ഇല്ല, ഞാൻ കണ്ടു. ദേ അങ്ങറ്റത്ത് കണ്ടു. അല്ല, ക്യാമറയെ കണ്ടു. അതെ, ഒരു ചെറിയൊരു മുട്ട്, ഒരു നുള്ളിലേക്ക്. അതായത് ഇത് ഇവിടെ കിടക്കണ കണ്ട, ഇത് ഈ കിടക്കണ കണ്ട, ഈ മൺതിട്ട കണ്ട, ഈ മൺതിട്ടയുടെ അടിയിലാണ് ഞാൻ പറയണേക്ക് നീ ഫ്രെയിം വലിക്കും. അപ്പം എനിക്ക് കാണാൻ പറ്റും. ഫ്രെയിം വലിക്കാം, ഞാൻ പറഞ്ഞുതരാം. ഇതാണ്, ഇതിൻ്റെ അടിയിലാണ് രാമസേതു അല്ല മറ്റേ പാലം. ഒരു 20 അടി ആയതിൽ ഉണ്ട് എന്ന് പറയുന്നത് ഇവിടെയാണ്. അതിൻ്റെ നേരെ അങ്ങറ്റത്തേക്ക് നോക്കി, നേരെ ബാക്കിൽ ഒരു കറുത്ത സ്തൂപം കണ്ടോ? അതാണ് ശ്രീലങ്കയുടെ സ്റ്റാർട്ടിങ്. കണ്ട, ഇത്രയേ ഉള്ളൂ. അതാണ് ഈ സാധനം. ആ റെയിൽവേ ട്രാക്ക് ആപ്പോസിറ്റ് അല്ല, ആ ലൈറ്റ് ബ്രിഡ്ജിന്റെ അവിടെ, ലൈറ്റ് ബ്രിഡ്ജിക്ക് ആപ്പോസിറ്റ്
ഓപ്പോസിറ്റ് റെയിൽവേ ട്രാക്ക്. റെയിൽവേ ട്രാക്ക് ഓൾഡ് ഇത് പോസ്റ്റ് ഓഫീസ് ഓൾഡ് ചർച്ച് ഉള്ള അത് അവിടെ ഇருக்கு. ഓ അതെല്ലാമേ അവിടെ 64 സുനാമില 1964 സുനാമിയിൽ അളിഞ്ച കെട്ടിടം ഈ പാലവും അങ്ങനെ പോയതാണ്. പാലം അങ്ങേ പോയി ഓ താഴെ പോയി. അല്ലായിരുന്നെങ്കിൽ മുന്നാടി ശ്രീലങ്കയ്ക്ക് പോകാമായിരുന്നു. ആ 1964 സുനാമിയിലാണ് ഇവിടെ നിന്നും ശ്രീലങ്കയ്ക്ക് പോകുന്ന 18 കിലോമീറ്റർ ദൂരം തകർന്നു പോയത്. അത് അല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും നമുക്ക് ഇവിടെ നിന്നും ശ്രീലങ്കയ്ക്ക് പോകാമായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും ഇന്ത്യയും ചൈനയുമായി നേപ്പാളുമായി അതിർത്തി പങ്കിടുന്നത് പോലെ ഇതിലെയും നമുക്ക് ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യത്തേക്കും പോകാൻ പറ്റുമായിരുന്നു. ഇത് ബംഗാൾ ഉൾക്കടൽ, ഇത് ഇന്ത്യൻ മഹാസമുദ്രം. അതിൻ്റെ ഒത്ത മധ്യത്തിലാണ്, അതായത് ന്യൂട്രൽ പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ ആ മധ്യത്തിലാണ് ഇപ്പം ഞാൻ കറക്റ്റായിട്ട് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ആദ്യം കാണുന്ന മൺതിട്ടയാണ് സേതു രാമൻ അങ്ങനെ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞതാണ് അവിടെ നിന്ന് കാണുന്ന നമ്മുടെ ക്യാമറയിൽ ഒരു ഇത്രത്തോളമുള്ളൊരു മുട്ട് പോലെ നമ്മൾ കണ്ടത് അതാണ് ശ്രീലങ്കയുടെ ലൈറ്റ് ഹൗസ്. ഇനി ഇതിൻ്റെ പുറകോട്ട് തിരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പുറകിൽ അവിടെ കാണുന്ന ഒരു ലൈറ്റ് പോയിൻ്റ് കണ്ടോ? അങ്ങ് അറ്റത്ത്, ഈ തൂണല്ല, അങ്ങ് അറ്റത്തൊരു ലൈറ്റ് പോയിൻ്റ് കണ്ടോ? അവിടെ ഇവിടെ നിന്നും ശ്രീലങ്കയിലേക്കുണ്ടായ റെയിൽ സർവീസ് തകർന്നതുപോലെ തന്നെയാണ് 1964 സുനാമിയിൽ അവിടെ അതിൻ്റെ ആ ഒരു ടൗൺ അങ്ങനെ തന്നെ തകർന്നു പോയതിൻ്റെ ചരിത്രാവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെ അവശേഷിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അത് ഇനി കാണാൻ പോകാം.